ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഫ്രേസുകളെ പറ്റിയാണ്. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചില ഫ്രേസസ്. ഈ ഫ്രേസസൊക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാം. പിന്നെ ഈ ഫ്രേസുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇഫ് എന്നാണ് എല്ലാ ഫ്രേസസും തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇഫ് സോ. ഇഫ് സോ എന്ന ഒരു ഫ്രേസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രേസാണ്. അങ്ങനെയാണെങ്കിൽ എന്ന് പറയില്ലേ, നമ്മൾ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ എന്ന്. അതാണ് ഇഫ് സോ. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ഇഫ് ദാറ്റ് ഈസ് ട്രൂ എന്നൊക്കെയാണ് മീനിങ്. ആർ യു ഫീലിംഗ് ബെറ്റർ? ഇഫ് സോ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ സുഖം തോന്നുന്നുണ്ടോ, ഇപ്പോൾ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ നമുക്ക് സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്ന ആളുകളോട്. ആർ യു ഫീലിംഗ് ബെറ്റർ? അപ്പോൾ ഇഫ് സോ അങ്ങനെയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ, അതായത് ബെറ്റർ ആണെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നമുക്കൊന്ന് നടക്കാൻ പോകാം എന്നാണ്. ഡു യു തിങ്ക് ദ സ്റ്റോർ വിൽ ബി ഓപ്പൺ ഓൺ സൺഡേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സ്റ്റോർ സൺഡേ ഓപ്പൺ ആയിരിക്കുമെന്ന്? ഇഫ് സോ അങ്ങനെയെങ്കിൽ, ഇഫ് സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ടുഗദർ. ഇഫ് സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ടുഗദർ. അങ്ങനെയെങ്കിൽ നമുക്കൊരുമിച്ച് ഷോപ്പിങ്ങിന് പോകാം. ഷോപ്പ് ഓപ്പൺ ആയിരിക്കുമോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇഫ് സോ അങ്ങനെയെങ്കിൽ, ഓപ്പൺ ആയിരിക്കുമെങ്കിൽ എന്നാണ് അതിൻ്റെ മീനിങ്. ഇഫ് സോ, if that's true, if that's the case. He says he's tired. If so, he should take rest. He says he's tired. അദ്ദേഹം പറയുന്നു ടയേർഡ് ആണെന്ന്, ക്ഷീണിതനാണ് അദ്ദേഹം എന്ന്. അങ്ങനെയെങ്കിൽ അദ്ദേഹം റെസ്റ്റ് എടുക്കണം. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട്, എന്നിട്ടാണ് അങ്ങനെയെങ്കിൽ എന്ന് പറയുന്നത്. He says he's tired. If so, he should take rest. ഇപ്പോൾ മനസ്സിലായല്ലോ ഇഫ് സോ എന്നതിൻ്റെ ഉപയോഗം. ഇനി അടുത്തത് ഇഫ് നോട്ട്. ഇഫ് നോട്ട് എന്നത് ഇഫ് സോ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. അങ്ങനെ അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ മീനിങ്. ഇഫ് സോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്നല്ലേ. ഇഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ. ഇത് നമ്മളെപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇഫ് നോട്ട്, ഇഫ് ദാറ്റ്സ് നോട്ട് ട്രൂ, ഇഫ് ദാറ്റ്സ് നോട്ട് ദ കേസ് എന്നൊക്കെയാണ് മീനിങ്. ഈസ് ദ പ്രോഡക്റ്റ് അവൈലബിൾ? If not, we can offer a substitute. Is the product available? ആ പ്രോഡക്റ്റ് അവൈലബിൾ ആണോ, ആ പ്രോഡക്റ്റ് ലഭ്യമാണോ എന്നാണ്. അതല്ലെങ്കിൽ, ഇഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, അവൈലബിൾ അല്ലെങ്കിൽ എന്താണ്? വി ക്യാൻ ഓഫർ എ സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്കതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യാം. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ആണത്. ഇഫ് സോ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പക്ഷേ ഇഫ് നോട്ട് എന്ന് പറയുമ്പോൾ അത് ഓൾട്ടർനേറ്റീവ് പ്ലാൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ. വിൽ യു ബി അറ്റൻഡിങ് ദ മീറ്റിംഗ്? ഇഫ് നോട്ട്, ക്യാൻ യു സെൻഡ് എ റെപ്രസെൻറ്റേറ്റീവ്? വിൽ യു ബി അറ്റൻഡിങ് ദ മീറ്റിംഗ്? നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇഫ് നോട്ട്, അതല്ലെങ്കിൽ, അങ്ങനെയല്ലെങ്കിൽ, നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് വേണം? ക്യാൻ യു സെൻഡ് എ റെപ്രസെൻറ്റേറ്റീവ്? ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അയക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇഫ് സോ ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പ്ലാൻ ഓർ ആക്ഷൻ. ഇഫ് നോട്ട് ആവുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എൻ ഓൾട്ടർനേറ്റീവ് പ്ലാൻ. ഇനി അടുത്തത് ഇഫ് എനി. ഇഫ് എനി എന്നുപയോഗിക്കുന്നത് ഒരു പോസിബിലിറ്റി, അതല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഒക്കെ കാണിക്കുന്നതിനാണ്. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസാണ്. ഇഫ് ദർ ഈസ് എനി, ഇഫ് ദർ ആർ എനി എന്നൊക്കെ പറയില്ലേ, അതാണ്. ആർ ദർ എനി എറേഴ്സ് ഇൻ ദ റിപ്പോർട്ട്? ഇഫ് എനി ലെറ്റ് മീ നോ. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ? ഇഫ് എനി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ്. ആർ ദർ എനി എറേഴ്സ് ഇൻ ദ റിപ്പോർട്ട്? ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും എറേഴ്സ്, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ? ഇഫ് എനി ലെറ്റ് മീ നോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യൂ, എന്നെ അറിയിക്കൂ എന്നാണ്. അപ്പോൾ ഇഫ് എനി എന്നത് ഇഫ് ദർ ആർ എനി മിസ്റ്റേക്സ് എന്നാണ് മീനിങ്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ഇഫ് എനി പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് വളരെ ഫ്രീ ആയിട്ട് തന്നെ ചോദിച്ചോളൂ എന്നാണ്. ഇഫ് എനി
ഇവിടെ മനസ്സിലായല്ലോ ഇഫ് എനി എന്ന് ഉപയോഗിക്കുന്നത് എന്താണെന്ന്. അടുത്തത് ഇഫ് ഒള്ളി. ഇഫ് ഒള്ളി എന്ന് പറയുമ്പോൾ ആണെങ്കിൽ മാത്രം എന്നാണ്. ഇറ്റ്സ് യൂസ് ടു എക്സ്പ്രസ് എ വിഷ്, എ റിഗ്രറ്റ്, അതല്ലെങ്കിൽ ഒരു ഹൈപ്പോതെറ്റിക്കൽ കണ്ടീഷൻ, ഒരു ഹൈപ്പോതെറ്റിക്കൽ സിറ്റുവേഷൻ. വിഷ് എന്ന് പറയാം, നമുക്കറിയാം ആഗ്രഹം. റിഗ്രറ്റ് എന്ന് പറയുമ്പോൾ പശ്ചാത്തപിക്കുന്നത്, പശ്ചാത്താപം. ഹൈപ്പോതെറ്റിക്കൽ സിറ്റുവേഷൻ മീൻസ് ഇമാജിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇഫ് ഒള്ളി, അങ്ങനെയാണെങ്കിൽ മാത്രം എന്നാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ് ഈ ഫ്രേസ്. ഇഫ് ഒള്ളി ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് ദിസ് പ്രോജക്റ്റ്. നോക്കൂ, ഇഫ് ഒള്ളി ഐ ഹാഡ് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലാത്തൊരു കാര്യമാണ്. ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് മൈ പ്രോജക്റ്റ്. ഇവിടെ ഇല്ലാത്തൊരു കാര്യത്തെപ്പറ്റി പശ്ചാത്തപിക്കുകയാണ്. ഇഫ് ഒള്ളി ഇറ്റ് വുഡ് സ്റ്റോപ്പ് റെയിനിങ് വി കുഡ് ഗോ ടു ദ പാർക്ക്. മഴ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പാർക്കിൽ പോകാമായിരുന്നു എന്നാണ്. അവിടെ ഒരു വിഷ് ആണ്, നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇഫ് ഒള്ളി ഐ കുഡ് സ്പീക്ക് ഫ്രഞ്ച് ഫ്ലുവൻലി ഐ വുഡ് മൂവ് ടു പാരീസ്. അങ്ങനെ ആണെങ്കിൽ മാത്രം, ഇഫ് ഒള്ളി എന്ന് പറയുന്ന ആണെങ്കിൽ മാത്രം എന്നല്ലേ. ഇഫ് ഒള്ളി ഐ കുഡ് സ്പീക്ക് ഫ്രഞ്ച് ഫ്ലുവൻലി ഐ വുഡ് മൂവ് ടു പാരീസ്. അങ്ങനെ എനിക്ക് ഫ്ലുവൻ്റായിട്ട് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം, ആണെങ്കിൽ മാത്രം, ഐ വുഡ് മൂവ് ടു പാരീസ്. ഇഫ് എവർ ഇത് ഉപയോഗിക്കുന്നത് ഹൈപ്പോതെറ്റിക്കൽ സിറ്റുവേഷൻസിന് ഉപയോഗിക്കാം. പിന്നെ അൺസർട്ടൻറ്റി, അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അവിടെയും നമുക്ക് ഇഫ് എവർ ഉപയോഗിക്കാം. വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇഫ് എവർ ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഐ വിൽ ടേക്ക് ഇറ്റ്. ഇഫ് എവർ ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി, അപ്പോൾ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാനത് എടുക്കുമെന്നാണ്. അപ്പോൾ അവസരം കിട്ടുക എന്നത് ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യമാണ്, ഒരു റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അൺസർട്ടൺ ആണ്. പക്ഷേ സംഭവിക്കുകയാണെങ്കിൽ ഇഫ് എവർ, അങ്ങനെ സംഭവിച്ചാൽ ഇഫ് എവർ ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഐ വിൽ ടേക്ക് ഇറ്റ്. ഇഫ് എവർ ദർ ഇസ് എ പ്രോബ്ലം ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ. ഇഫ് എവർ ദർ ഇസ് എ പ്രോബ്ലം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കേണ്ട എന്നാണ്. പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, അത് റെയറായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ ഇഫ് എവർ ദർ ഇസ് എ പ്രോബ്ലം ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ. അപ്പോൾ സംഭവിക്കാൻ ഇടയില്ലാത്ത ഒരു കാര്യം അതേപ്പറ്റി പറയുമ്പോഴാണ് ഇഫ് എവർ എന്ന് ഉപയോഗിക്കുക. ഇഫ് എനിത്തിങ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു പോസിബിലിറ്റി, അതല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ്. ഇഫ് എനിത്തിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻസ് കോൾ മീ. ഇഫ് എനിത്തിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻസ്, എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, പ്രതീക്ഷിക്കാത്തതായിട്ട് സംഭവിക്കുകയാണെങ്കിൽ കോൾ മീ, എന്നെ വിളിച്ചോളൂ എന്നാണ്. ഇഫ് എനിത്തിങ് ഇവിടെ ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഇഫ് എനിത്തിങ് ചേഞ്ചസ് വി വിൽ ലെറ്റ് യു നോ. എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ എന്നാണ്. വി വിൽ ലെറ്റ് യു നോ, ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇഫ് എനിത്തിങ് ചേഞ്ചസ് അവിടെയും ഒരു കണ്ടീഷനാണ്. പിന്നെ നമ്മളൊരു കാര്യം ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ വിചാരിക്കുന്ന കാര്യം അല്ല റിയലായിട്ട് സംഭവിക്കുന്നത് റിയൽ ആയിട്ടുള്ളത് അതല്ല എന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കും, ഇഫ് എനിത്തിങ് എന്നത്. ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ് ഹീസ് വെരി റൂഡ് എന്ന്. അപ്പോൾ നമ്മൾ അത് ശരിയല്ല, ആ കാര്യം അയാൾ വിചാരിച്ചിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് ശരിയായിട്ടുള്ളത് എന്ന് പറയണമെങ്കിൽ ഹീസ് നോട്ട് റൂഡ്, ഇഫ് എനിത്തിങ് ഹീസ് ടു പൊലൈറ്റ്. നോക്കൂ, അവൻ ഒരിക്കലും റൂഡല്ല, പിന്നെ അവൻ വേണമെങ്കിൽ വളരെ ആവശ്യത്തിലധികം വിനയം ഉള്ള ആളാണ് എന്ന് പറയാം. അതല്ലാതെ അദ്ദേഹം ഒരിക്കലും റൂഡല്ല. ഹീസ് നോട്ട് റൂഡ്, ഇഫ് എനിത്തിങ് ഹീസ് ടു പൊളൈറ്റ്. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷനാണ് അവിടെ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അല്ല, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയാം. ഇഫ് നീഡ് ബി, ഇതും ഒരു ഫ്രേസാണ്, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രേസ് തന്നെയാണ്. ഇഫ് ഇറ്റ് ബിക്കംസ് നെസസറി, ആവശ്യമെങ്കിൽ എന്നാണ് അതിൻ്റെ മീനിങ്. ഐ വിൽ വർക്ക് ലേറ്റ് ഇഫ് നീഡ് ബി ടു ഫിനിഷ് ദ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമെങ്കിൽ ഐ വിൽ വർക്ക് ലേറ്റ്, ഞാൻ ലേറ്റായിട്ട് വർക്ക് ചെയ്യാം. ഐ വിൽ വർക്ക് ലേറ്റ് ഇഫ് നീഡ് ബി ടു ഫിനിഷ് ദ പ്രോജക്റ്റ്. ഇഫ് ഇറ്റ് ഈസ് നീഡഡ്, ഇഫ് ഇറ്റ് ഈസ് നെസസറി എന്നാണ് മീനിങ്. ഐ വിൽ പ്രൊവൈഡ് അഡീഷണൽ അസിസ്റ്റൻസ് ഇഫ് നീഡ് ബി, ഞാൻ അഡീഷണലായിട്ട് അസിസ്റ്റൻസ് പ്രൊവൈഡ് കൊടുക്കാം. അസിസ്റ്റൻസ് മീൻസ് ഹെൽപ്പ്. അഡീഷണലായിട്ട് ഞാൻ ഒരു എക്സ്ട്രാ ഹെൽപ്പ് കൊടുക്കാം
ഇഫ് നീഡ് ബി എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് നീഡഡ്, ഇഫ് ഇറ്റ് ഈസ് നെസസറി. ഇനി അടുത്തത് ഇഫ് ആൻഡ് വെൻ. ഇഫ് ആൻഡ് വെൻ ഉപയോഗിക്കുന്നത് ഒരു ഫ്യൂച്ചർ സിറ്റുവേഷൻ പറയുമ്പോഴാണ്. അതല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സിറ്റുവേഷനൊക്കെ പറയുമ്പോഴാണ് ഇഫ് ആൻഡ് വെൻ. അത് അങ്ങനെ ആണെങ്കിലും, അത് മാത്രമല്ല എപ്പോഴാണെങ്കിലും എന്ന ഒരു മീനിങ്. അതിന് ഒരു എക്സാമ്പിൾ നോക്കൂ. വി വിൽ സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് ഇഫ് ആൻഡ് വെൻ വി റിസീവ് ഫണ്ടിങ്. ഇഫ് കിട്ടുകയാണെങ്കിൽ എന്ന്. വെൻ എന്ന് പറയുമ്പോൾ എപ്പോൾ കിട്ടുകയാണെങ്കിലും, അത് എപ്പോൾ കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിലും അതുപോലെ എപ്പോൾ കിട്ടുന്നു എന്നതിനനുസരിച്ച് നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. വി വിൽ സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് ഇഫ് മീൻസ് ഇഫ് വി ഗെറ്റ് ഫണ്ട് എന്നാണ്. ആൻഡ് വെൻ, ഇഫ് ആൻഡ് വെൻ വി റിസീവ് ഫണ്ട്. അപ്പോൾ ഇഫ് വി റിസീവ് ഫണ്ട് എന്നുള്ള ഒരു മീനിങ് അവിടെയുണ്ട്. അതുപോലെ തന്നെ വെൻ വി റിസീവ് ഫണ്ട് എന്നത്. രണ്ട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇഫ് ആൻഡ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫണ്ട് എപ്പോൾ കിട്ടുന്നു എന്നതിനനുസരിച്ച് നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇഫ് എന്നുപയോഗിച്ചിട്ടുള്ള ഈ കുഞ്ഞു ഫ്രേസസ് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും അത് ഉപയോഗിച്ച് ശീലിക്കുക.